എക്സ്പ്ലോർ തമിഴ്നാട് സീരീസിൻ്റെ 3ാമത്തെ എപ്പിസോഡാണിത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ടാൽ അറിയാം, നമ്മൾ കൊച്ചിയിൽ നിന്ന് ട്രെയിൻ കയറി തഞ്ചാവൂരെത്തി. തഞ്ചാവൂരിലെ പ്രധാനപ്പെട്ട കാഴ്ചകളായ തഞ്ചാവൂർ മാർത്താ പാലസും ബിഗ് ടെമ്പിളൊക്കെ കണ്ടു. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് തഞ്ചാവൂരിൽ നിന്ന് ബസ് കയറി തിരുച്ചിറപ്പള്ളിയിലേക്കാണ്. വണ്ടേഴ്സ് ട്രിപ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തഞ്ചാവൂരിൽ നിന്ന് 60 കിലോമീറ്ററോളം സഞ്ചരിച്ച് നമ്മൾ തിരുച്ചിറപ്പള്ളി എത്തി. തഞ്ചാവൂർ ന്യൂ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് നോൺ സ്റ്റോപ്പ് AC ബസ് അവൈലബിൾ ആയിരിക്കും. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ബസ്സിൻ്റെ ഗ്ലാസ്സൊക്കെ കവേർഡ് ആയിരുന്നു. പ്രത്യേകിച്ചൊന്നും എടുക്കാനും ഉണ്ടായിരുന്നില്ല. ട്രിച്ചിയിലെ പ്രധാനപ്പെട്ട ഒരു അമ്പലമാണ് ശ്രീ രംഗനാഥ സ്വാമി ടെമ്പിൾ. ട്രിച്ചി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് 10 നമ്പറുള്ള ബസ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ശ്രീ രംഗനാഥ സ്വാമി ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങാൻ പറ്റും. 20 to 30 മിനിറ്റ്സ് നീണ്ടു നിൽക്കുന്ന യാത്രയിൽ നമുക്ക് ട്രിച്ചി നഗരത്തിൻ്റെ കാഴ്ചകളും പിന്നെ പോകുന്ന വഴിക്ക് കാവേരി നദിയൊക്കെ ക്രോസ് ചെയ്തിട്ട് വേണം നമ്മൾ പോകാൻ. കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആ ബസ്സിലിരുന്ന് തന്നെ ദൂരെ ആ അമ്പലത്തിൻ്റെ ഗോപുരം കാണാൻ പറ്റും. അത്രക്കും ഹൈറ്റുള്ളൊരു ഗോപുരമാണ് ആ അമ്പലത്തിന്. ഒരു ഗോപുരമല്ല, കുറേ അധികം ഗോപുരങ്ങളുണ്ട്. എന്തായാലും ഈ ബസ് പോയി നിർത്തുന്ന അവസാനത്തെ സ്റ്റോപ്പിലാണ് നമ്മൾ ഇറങ്ങേണ്ടത്. ഞാൻ ശ്രീരംഗത്ത് ബസ് ഇറങ്ങുമ്പോൾ കാണാൻ പറ്റുന്ന കാഴ്ച ആ ഒരു വലിയ ഗോപുരം തന്നെയാണ്. മെയിൻ എൻട്രൻസിൽ കയറുന്നതിന് മുമ്പായിട്ട് ചെരുപ്പും ബാഗും വെക്കാൻ അമ്പലത്തിൻ്റെ പുറത്ത് തന്നെ സ്ഥലമുണ്ട്. ഇവിടെ ചെരുപ്പ് വെക്കാൻ ഫ്രീ ആണ്. ജസ്റ്റ് ടോക്കൺ എടുത്ത് അവിടെ വെച്ചാൽ മതി. ബാഗ് വെക്കാൻ 5 രൂപ കൊടുക്കണം. അമ്പലത്തിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് ധാരാളം കൊത്തുപണികളും ചിത്രപ്പണികളും ഒക്കെ കാണാൻ പറ്റും. ഏകദേശം 156 ഏക്കർ ഭൂമിയിലാണ് ഈ മൊത്തം അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇൻഫർമേഷൻ സെൻറ്ററിൽ നിന്ന് ഒരു 50 രൂപയുടെ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ വ്യൂ പോയിൻ്റ് പോയിട്ട് ടെമ്പിളിൻ്റെ മൊത്തത്തിലൊരു കാഴ്ച കാണാൻ പറ്റും. ആ ഒരു പൂജാരിയായിരുന്നു നമുക്ക് വ്യൂ പോയിൻറ്റിലേക്കുള്ള വഴി കാണിച്ചു തന്നത്. നമ്മൾ വ്യൂ പോയിൻറ്റിലേക്ക് കയറി. നല്ല വെയിലാണ്, ഒരു 12 മണി സമയമാണ്. അതുകൊണ്ട് ഇവിടെയൊക്കെ കാല് വെക്കുമ്പോൾ പൊള്ളുന്നുണ്ട്. ആ ഒരു പൊള്ളൽ മാറ്റാനായിട്ടാണ് ഈ ഒരു വെള്ള കളർ പെയിൻ്റ് അടിച്ച് വെച്ചേക്കുന്നത്. നമ്മൾ ഇതിന് മേളിലൂടെ നടക്കുകയാണെങ്കിൽ നമ്മളെ കാല് പൊള്ളില്ല. വേൾഡിൽ
തന്നെ ലാർജസ്റ്റ് ഫങ്ഷനിങ് ഹിന്ദു ടെമ്പിൾ ആയതുകൊണ്ട് തന്നെ ആ ഒരു വലിയൊരു അമ്പലത്തിൻ്റെ വ്യൂ ഒരു പരിധി വരെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. നടുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു ഗോപുരം മൊത്തം സ്വർണം കൊണ്ടുണ്ടാക്കിയതാ. അമ്പലത്തിൻ്റെ അകത്ത് വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒന്നും അലൗഡ് അല്ല. ഇതിൻ്റെ അകത്ത് കയറി കണ്ടപ്പം എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ അകത്ത് വിഷ്ണുവിൻ്റെ വിഗ്രഹം വെച്ച ആ ഒരു സ്ഥലം, ആ പൂജ ചെയ്യുന്ന സ്ഥലം വരെ നമുക്ക് കയറിപ്പോയി നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. ഈ ഒരു അമ്പലത്തിൻ്റെ ഉത്ഭവം അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുന്നത് 1st സെഞ്ച്വറി ആണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ കാണുന്ന രീതിയിലാക്കിയത് പല രാജവംശങ്ങളും കൈവരുത്തുണ്ട്. ചോളന്മാരും പാണ്ഡ്യന്മാരും ഹൊയ്സാലകളും അങ്ങനെ പല ഡൈനാസ്റ്റികളും. മധുരൈ രാമേശ്വരമൊക്കെ പോലെ ഇവിടെയും 1000 കാൽ മണ്ഡപം എന്ന് പറഞ്ഞിട്ടൊരു മണ്ഡപമുണ്ട്. മാക്സിമം കാഴ്ചകൾ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാണ്. എന്തായാലും അമ്പലം ഫുള്ളായിട്ട് ചുറ്റിക്കണ്ടെന്ന് ഒരിക്കലും പറയുന്നില്ല ഞാൻ, കാരണം 1 കിലോമീറ്ററോളം വരും ഈ ഒരു അമ്പലം മൊത്തത്തിൽ ചുറ്റണ്ടെങ്കിൽ. അതല്ലാതെ തിരിച്ച് നമ്മൾ ബസ് കയറുന്നിടക്കെ പോകണ്ടെങ്കിൽ 3 കിലോമീറ്റർ വരും. അങ്ങനെ ഒട്ടാകെ 7 കിലോമീറ്ററോളം ഈ ഒരു വെയിലിൽ നടക്കാനുള്ളൊരു എനർജി ഇപ്പോൾ ഇല്ല. എന്തായാലും മാക്സിമം വീഡിയോസും കാഴ്ചകളും ഞാൻ കണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും പുറത്തിറങ്ങി ബാഗും ചെരുപ്പൊക്കെ എടുക്കണം.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, യാത്രകളെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യണം. എന്തായാലും നമ്മൾ വീണ്ടും ആ ഒരു ഗോപുരങ്ങളെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് നടക്കുകയാണ്. തിരിച്ച് നടന്ന് ബസ് കയറി നമ്മൾ പോകാൻ പോകുന്നത് റോക്ക് ഫോർട്ടിലേക്കാണ്. റോക്ക് ഫോർട്ടിലെ കാഴ്ചകളായിട്ട് ഞാൻ അടുത്ത ആഴ്ച വരും. അതുവരെയും സ്റ്റേ ട്യൂൺ. ബൈ.